ദൂരെ കടലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ്. അതായത് നേരത്തെ 4 കണ്ടെയ്നർ തീരത്ത് അടിഞ്ഞു, അതിൻ്റെ കൂടെ 3, അതായത് 7 കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊല്ലം ജില്ലയുടെ തീരമേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ്. മത്സ്യബന്ധന യാനങ്ങളൊന്നും തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാര്യം കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ കടലിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാനങ്ങളൊന്നും തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ കടൽ തീരത്തോട് ചേർന്ന് വലിയ സ്പോഞ്ച് പദാർത്ഥങ്ങളൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയ ഒരു അവസ്ഥയുണ്ട്. സ്പോഞ്ച് കടലിൻ്റെ ഈ തീരമേഖലയിലെല്ലാം തന്നെ അടിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കണ്ടെയ്നറിൻ്റെ ഒരു ശീതീകരണ സംവിധാനം തകർന്നതിൻ്റെ പേരിലുണ്ടായ സ്പോഞ്ചുകൾ ഇവിടെയൊക്കെ അടിഞ്ഞതാണ് എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ തീരത്തിൻ്റെ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ കട്ടിയുള്ള സ്പോഞ്ചുകൾ അടിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങൾ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്, ആശങ്കയായി പറയുന്നുണ്ട്. കാര്യം അതിനകത്ത് ഏതെങ്കിലും കെമിക്കലോ മറ്റു പദാർത്ഥങ്ങളോ തന്നെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ആദ്യം നേരത്തെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നർ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരത്തേക്ക് ഈ സമയം കൊണ്ട് കണ്ടെയ്നർ ഒഴുകി മാറിയിരിക്കുന്നു. തൊട്ട് സമീപത്ത് ഒരു ചെറിയ പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൽ തട്ടി കണ്ടെയ്നർ നിൽക്കുകയാണെങ്കിൽ പിന്നീട് പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴും കടലിൻ്റെ ഏതാണ്ടൊരു 1-2 കിലോമീറ്റർ അകലെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ 3 കണ്ടെയ്നർ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അത് തീരത്തേക്ക് എത്തിയിട്ടില്ല. അത് കടലിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിന് സമാനമായ രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ്. അതായത് നമ്മൾ എടുത്തു പറയേണ്ടത്, നമ്മൾ അനുമാനിക്കേണ്ടത് ഈ കണ്ടെയ്നറുകൾ ഒഴുകി എത്താൻ പോകുന്നത് കൊല്ലം ജില്ലയുടെ തീരമേഖലയിലേക്കാണ്. ഇന്നലെ പറഞ്ഞിരുന്നത് 45% ആലപ്പുഴ ജില്ലയുടെ തീരമേഖലയിൽ, പ്രത്യേകിച്ച് തോട്ടപ്പള്ളി, പുറക്കാട് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കൊല്ലം ജില്ലയുടെ തീരമേഖലയിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. തീർച്ചയായും കണ്ണൻ ഇപ്പോൾ ഒരു കണ്ടെയ്നർ പുലിമുട്ടിനോട് ചേർന്ന് കരയ്ക്ക് അടിയാനുള്ള നീക്കത്തിലാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ കളക്ടറോ മറ്റു അധികാരികളോ ഒക്കെ എത്തിയിട്ടുണ്ടോ കണ്ണൻ ഈ ഒരു ശക്തികുളങ്ങര പ്രദേശത്ത്? കളക്ടർ ഇത് സംബന്ധിച്ചൊരു ചർച്ചയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ശക്തികുളങ്ങര പ്രദേശത്തേക്ക് എത്തുന്നു. കാര്യം പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന കണ്ടെയ്നർ എംറ്റിയാണ്, കാലിയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളുണ്ടെങ്കിൽ തീരത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ അത് തീരത്ത് അടിയാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ് തീരദേശവാസികൾ പറയുന്നത്. അത് പൂർണ്ണമായും ഒഴിഞ്ഞ അവസ്ഥയിലാണ് എന്ന് തീരദേശവാസികൾ അനുമാനിക്കുന്നു. വലിയ പൊക്കമുള്ള ഒരു കണ്ടെയ്നറാണ് അത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ നിന്ന് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തായിരുന്നു ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരേക്ക് ഒഴുകി മാറിയിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ചെറിയ പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിൽ തട്ടി അത് അവിടെ കിടക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷേ ഇത് ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. 1-2-3 കണ്ടെയ്നർ ഒരുമിച്ച് ചേർന്ന ഒരു കാര്യമാണതുള്ളത്. അതായത് 3 കണ്ടെയ്നർ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പ്രദേശങ്ങൾ, കടലിനുള്ളിൽ 3 കണ്ടെയ്നറുകൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന 3 കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, കുളച്ചൽ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുടെ ബോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത്. അത് നേരെ ഒഴുകി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ, ഒഴുക്കിപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ്, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ്. ആ ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത കൂടി നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ 3 കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നു. ഒപ്പം തന്നെ 4 കണ്ടെയ്നർ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നു. അങ്ങനെ 7 എണ്ണമാണ് ഇപ്പോൾ കൊല്ലം തീരത്തിൻ്റെ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 7 കണ്ടെയ്നറുകളാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊല്ലം തീരമേഖലയിൽ ഉള്ളത്.